കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്ന് സംസാരിക്കുകയാണ് നികേഷും സുഭാഷും. ഇതെന്തൊരു വീടായേട്ടാ, ഇന്നലെ ഏട്ടത്തി വരുമ്പോൾ സുധീഷ് ഏട്ടൻ ഹരീഷേട്ടനെ തല്ലുന്നു, ഇന്ന് രാവിലെ ആണെങ്കിൽ ഇങ്ങേരുടെ കരകാട്ടം. സ്വസ്ഥമായിട്ട് ഈ വീട്ടിൽ ജീവിക്കാൻ ഏതെങ്കിലും ഒരു പെണ്ണ് തയ്യാറാവോ ഏട്ടാ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. ഹേയ്, അങ്ങനെയൊന്നുമില്ലടാ, നിധി അതൊന്നും കാര്യമാക്കി എടുത്തിട്ടുണ്ടാവില്ല എന്ന് സുഭാഷും പറയുന്നുണ്ട്. അതെങ്ങനെയാ ഏട്ടന് പറയാൻ പറ്റുന്നത്? ഒരു പെണ്ണും ഇങ്ങനെ ഒരു സ്ഥലത്ത് ജീവിക്കാൻ ആഗ്രഹിക്കില്ല. കണ്ടിട്ട് എനിക്ക് തന്നെ നാണം തോന്നുന്നു. ഇവിടേക്ക് ആര് വന്നാലും ഇറങ്ങി ഓടുകയുള്ളൂ ഏട്ടാ, അതിലൊരു സംശയമില്ല. സാധാരണ മനുഷ്യരെ പോലെ നല്ലൊരു ജീവിതം നമ്മൾ അർഹിക്കുന്നില്ല ഏട്ടാ, അത് തന്നെയാ കാരണം എന്നൊക്കെ നികേഷ് വിഷമത്തോടെ പറയാണ്. മറ്റൊരിടത്ത് വാടക വീട് അന്വേഷിച്ച് പോയ നിധി അതിൻ്റെ ഓണറുമായിട്ട് സംസാരിക്കുകയാണ്. കുട്ടി എന്ത് ചെയ്യുന്നു എന്ന് ഓണർ ചോദിക്കുമ്പോൾ ജോലി അന്വേഷിക്കാമെന്ന് നിധി പറയുന്നുണ്ട്. ഏത് കമ്പനിയിലാണെന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം, ആർക്കിടെക്ചർ പഠിച്ചതാ, ഇവിടെ നിന്ന് ഏതെങ്കിലും കമ്പനിയിൽ അപ്ലൈ ചെയ്ത് ജോലി കണ്ടുപിടിക്കണം, അപ്പോൾ ജോലി കിട്ടിയിട്ട് വേണം അല്ലേ എന്ന് ഓണർ ചോദിക്കുമ്പോൾ, അല്ല അത് കുഴപ്പമില്ല, വാടകയ്ക്കൊന്നും ഒരു പ്രശ്നമില്ല എന്ന് നിധി പറയുന്നുണ്ട്. വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നിധി പാലക്കാടാണെന്ന് പറയുന്നുണ്ട്. അവിടെയൊന്നും ജോലി നോക്കിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ലയെന്ന് മറുപടി പറയാണ്. കല്യാണം കഴിഞ്ഞതാണല്ലേ, ഭർത്താവ് എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ നിധി പുറത്താണെന്നാണ് പറയുന്നത്. പുറത്തെവിടെയാ, ഫോറിനിലാണോ എന്ന് ചോദിക്കുമ്പോൾ നിധി അതേ എന്ന് പറയുന്നുണ്ട്. ഇവിടെ എവിടെയാ താമസിക്കുന്നത് എന്ന് ഓണർ നിധിയോട് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ്, വെള്ളയമ്പലത്ത്. എൻ്റെ കൂടെ വരാനിരുന്നതാ, പക്ഷേ അത്യാവശ്യമായതുകൊണ്ട് വേറൊരു സ്ഥലം വരെ പോയിരിക്കുകയാണെന്ന് നിധി പറയുന്നുണ്ട്. മുകളിലത്തെ ഭാഗമാണ് വാടകയ്ക്ക് കൊടുക്കുന്നത്, കാണണോ എന്ന് ഓണർ നിധിയോട് ചോദിക്കുമ്പോൾ കാണണം എന്ന് പറഞ്ഞ് നിധിയും ഓണറും കൂടി വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിനകത്ത് കയറി വീടിൻ്റെ മുറിയും കിച്ചണും ഒക്കെ ഓണർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കോർപ്പറേഷൻ വാട്ടർ ഒരു 50 ലിറ്ററിൻ്റെ ബക്കറ്റ് വാങ്ങി വെള്ളം എടുത്തു വയ്ക്കണം, എപ്പോഴെപ്പോഴും വെള്ളം കിട്ടിയെന്ന് വരില്ല, പിന്നെ കറണ്ട് ബില്ല് നിങ്ങൾ തന്നെ അടക്കണം എന്നൊക്കെ നിധിയോട് പറയുന്നുണ്ട്. എപ്പോഴാണ് വരുന്നത് എന്ന് ഓണർ ചോദിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് വരും, പറ്റിയാൽ നാളെ തന്നെ എന്ന് നിധി മറുപടി പറയുന്നുണ്ട്. ഓക്കെ ശരി, അഡ്വാൻസ് എന്നെ വിളിച്ച നമ്പറിൽ GPay ചെയ്താൽ മതി എന്നും പറയുന്നുണ്ട്. അല്ല, വാടക പറഞ്ഞില്ല എന്ന് നിധി പറയുമ്പോൾ 7000 രൂപ വാടക, 25000 രൂപ അഡ്വാൻസ്, 5000 രൂപ ടോക്കണായിട്ട് അയച്ചോ എന്നും മറുപടി പറയുന്നുണ്ട്. എന്നാൽ 5000 ഞാൻ ക്യാഷായിട്ട് തരാം എന്ന് നിധി പറഞ്ഞുകൊണ്ട് പേഴ്സിൽ നിന്നും 5000 എടുത്ത് ഓണർക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നാളെ കാണാം എന്ന് ഓണർ പറയുമ്പോൾ ശരി സാർ എന്നും പറഞ്ഞ് നിധി വീട്ടിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. വീട്ടിൽ മുറ്റം വൃത്തിയാക്കുന്ന സുഭാഷിൻ്റെ അടുത്തേക്ക് സുധീഷ് വരുന്നുണ്ട്. സോറി സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് പറയുമ്പോൾ എന്തിനാടാ സോറിയൊക്കെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അല്ല ചേട്ടാ, ഇന്നലെ ഞാൻ ചേട്ടനെ അടിക്കണമെന്ന് കരുതി ചെയ്തതല്ല, ഹരീഷ് എന്നെ അടിച്ചപ്പോൾ തിരിച്ച് അവനെ അടിച്ചതാ, സോറി. എന്തുവാടാ ഇത്, നീ പറഞ്ഞിട്ട് വേണോ എനിക്കതറിയാൻ എന്ന് സുഭാഷ് പറയുമ്പോൾ അല്ല സുഭാഷ് ഏട്ടാ, ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വിഷമം തോന്നുന്നു, അറിയാതെ പോലും അത് സുഭാഷേട്ടൻ്റെ കവിളിൽ കൊള്ളരുതായിരുന്നു. നീ ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കാൻ നിൽക്കണ്ട, എനിക്കതപ്പോൾ തന്നെ മനസ്സിലായി, അത് വിട്ടേക്ക് എന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് കരഞ്ഞുകൊണ്ട് സുഭാഷിൻ്റെ കവിളിൽ തൊടുന്നുണ്ട്. നന്നായി വേദനിച്ചോ ഏട്ടാ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അതൊന്നും സാരമില്ലടാ എന്നും പറഞ്ഞ് സുഭാഷ് സുധീഷിൻ്റെ കയ്യിൽ പിടിക്കാണ്. എടാ, ഇപ്പോൾ പഴയ പോലെയല്ല, ഒരു പെൺകുട്ടിയുണ്ട് നമ്മുടെ വീട്ടിൽ, നീ ഹരീഷും തമ്മിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് കൂടാനൊന്നും പാടില്ല, അവൾ എന്ത് വിചാരിക്കും? ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ നിധിയെ നീ കണ്ടു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ വഴക്കൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് സുഭാഷ് പറയുമ്പോൾ അത് പിന്നെ ഏട്ടാ, ഇന്നലെ നിധിയോട് സത്യങ്ങളെല്ലാം ഏട്ടൻ പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതായിപ്പോയി ഞാൻ. അവളാണെങ്കിൽ ശരം വിടുന്ന പോലെ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഞാനാകെ കുടുങ്ങിപ്പോയി സുഭാഷ് ഏട്ടാ. ഈ വീടിനെ പറ്റി ഓരോ ഇല്ലാത്ത കഥകൾ ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾ ഈ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് വരേണ്ടി വരുമെന്നൊന്നും ഞാൻ കരുതിയില്ല. ഒരു പെൺകുട്ടി വീടിനെ പറ്റി ചോദിച്ചപ്പോൾ നല്ല രീതിയിൽ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കണമെന്നേ ഞാൻ കരുതിയുള്ളൂ. നമ്മുടെ ജീവിതമായി ഒരു ബന്ധമില്ലാത്ത ഒരാളോട് എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ലല്ലോ, അങ്ങനെ ഞാനും കരുതിയുള്ളൂ. പക്ഷെ അറിയാതെ ആ കുട്ടി തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. ശരിയാ, ഞാൻ നുണയാ പറഞ്ഞത്, അത് വലിയ തെറ്റും തന്നെയാ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ നുണയായിരുന്നു എന്ന് അവളോട് പോയി പറഞ്ഞാൽ അവളെ ഞാൻ നുണയനാണെന്നും പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പേടിച്ചിട്ടാ സുഭാഷ് ഏട്ടാ ഞാൻ അവളോട് സത്യങ്ങളൊന്നും പറയാതിരുന്നത് എന്നൊക്കെ സുധീഷ് പറയുമ്പോൾ നീ പറഞ്ഞ നുണകൾക്ക് വിരുദ്ധായി ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവൾക്കൊന്നും മനസ്സിലാവില്ല എന്നാണോ നീ കരുതിയത് എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. ഞാനുമായിട്ടുള്ള ബന്ധം ഉറച്ചു കഴിഞ്ഞ് അവൾ ഓരോന്നായി അറിഞ്ഞോട്ടെ എന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ പെട്ടെന്ന് പോയി എല്ലാം പറയുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ എടാ, അവളോട് സത്യങ്ങളെല്ലാം പറയണമെന്ന് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നതല്ലേ. ഞാൻ സൂപ്പർവൈസറാണെന്ന് കരുതി അവൾ ഓരോന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയാനാ? എനിക്ക് നിന്നെപ്പോലെ നിന്ന നിപ്പിൽ നുണ പറയാനൊന്നും അറിയില്ല. നമ്മളെ വിശ്വസിച്ച് സംസാരിക്കുന്നവരോട് നമ്മൾ എങ്ങനെയാടാ നുണ പറയുന്നത്? ഇനി നമ്മളായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും ഒരു ദിവസം ആ കുട്ടി സത്യങ്ങളെല്ലാം അറിയും. ആ സമയത്ത് അതിനെ നേരിടാൻ നമ്മളെ കൊണ്ടാവണമെന്നില്ല. ദേ നോക്ക്, ഏത് ചെറിയ കാര്യത്തിനും നുണ പറഞ്ഞ് ശീലിച്ചവനാണ് നീ. ആ ശീലം ഇനിയെങ്കിലും ഒന്ന് മാറ്റണം. നിധി നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നീ ആ ശീലം മാറ്റിയേ പറ്റൂ. സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വെച്ചാലും നുണ എപ്പോഴായാലും പുറത്ത് വരും, അത് നീ മറക്കരുത് എന്ന് സുഭാഷ് പറയുമ്പോൾ
ശരിയാ, ഞാനൊരു നുണയനാ എന്ന് സുധീഷ് പറയുന്നുണ്ട്. എടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്ന് സുഭാഷ് പറയുമ്പോൾ, അല്ല ഏട്ടാ, ഞാൻ ഇന്നു മുതലാ നുണ പറയാൻ തുടങ്ങിയത് എന്നറിയോ? സുഭാഷ് ചേട്ടന് ഓർമ്മയുണ്ടാവും, അച്ഛൻ ജയിലിൽ പോകുമ്പോഴേ ഞാൻ ചെറിയ കുട്ടിയാ. അമ്മയെ കൊന്ന് ജയിലിൽ പോയവൻ്റെ മകനെന്നായിരുന്നു അന്നത്തെ മേൽവിലാസം. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ മാറ്റി നിർത്തി. കൂടെ പഠിക്കുന്നവർ പോലും ഒരിക്കൽ പോലും എന്നെ കൂടെ കൂട്ടിയിട്ടില്ല. അച്ഛൻ ചെയ്ത തെറ്റിന് നമ്മൾ കുട്ടികളായിരുന്നു ശിക്ഷ അനുഭവിച്ചത്. ആ കാലം മുതൽ ഈ വീട് ഞാൻ വെറുക്കാൻ തുടങ്ങിയതാ. ഒരാൾ ജീവിതത്തിൽ ആദ്യം പറഞ്ഞ നുണ ആർക്കും ഓർത്തെടുക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്, സ്കൂളിൽ ഒരു പുതിയ പെൺകുട്ടി വന്നപ്പോൾ അവൾ എൻ്റെ വീട്ടുകാരെ പറ്റി ചോദിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞതാ ഞാൻ ആദ്യം പറഞ്ഞ നുണ. പരിചയമില്ലാത്തവരോടൊക്കെ വീടിനെ പറ്റിയും വീട്ടുകാരെ പറ്റിയും ഓരോ നുണകൾ പറഞ്ഞങ്ങ് ശീലായി. എന്ന് വെച്ചാൽ അതിനർത്ഥം സുഭാഷ് ഏട്ടൻ മേസ്തിരി പണിയെടുക്കുന്നതിൽ എനിക്ക് നാണക്കേടുണ്ടെന്നല്ല. നമ്മുടെ വീടിനെ പറ്റി മറ്റുള്ളവരോട് പറഞ്ഞ് അവരുടെ ഇടയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് സുഭാഷ് ഏട്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ അങ്ങനെയൊക്കെ ഓരോ നുണകൾ പറയുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും എന്നെ ഓരോരുത്തരൊക്കെ ജോലിക്ക് വിളിക്കുന്നത്. അല്ലാതെ ഞാനിതൊന്നും ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നതല്ല. എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. എന്നാലും ഞാൻ എൻ്റെ ഈ ശീലം ഇനി മാറ്റാൻ ശ്രമിക്കാം. പിന്നെ പല വർഷത്തെ പഴക്കമല്ലേ, പെട്ടെന്ന് വിട്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഞാൻ ശ്രമിക്കാം, സത്യം, ഉറപ്പ് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും സുഭാഷ് സുധീഷിനെ ചേർത്ത് പിടിച്ച് രണ്ടുപേരും കരയുന്നുണ്ട്. പെട്ടെന്ന് ഒരു ഓട്ടോ അങ്ങോട്ട് വരുന്ന കണ്ട് രണ്ടുപേരും കണ്ണു തുടച്ച് അങ്ങോട്ട് നോക്കുവാണ്. നിധി അവരുടെ അടുത്തേക്ക് വന്ന്, എന്താ രണ്ടുപേരും എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, നമ്മുടെ സംസാരമൊക്കെ കഴിഞ്ഞു എന്ന് സുധീഷ് പറയുമ്പോൾ, എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ സുഭാഷ് ഏട്ടാ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, അല്ല, ഞാനൊരു വാടക വീട് നോക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ, ആ വീടൊന്ന് കാണാൻ പോയതാ. നാളെ തന്നെ അങ്ങോട്ട് മാറിയാലോ എന്ന് വിചാരിക്കുക എന്ന് നിധി പറയുന്നുണ്ട്. വീട് നോക്കിയോ എന്ന് ടെൻഷനോടെ സുഭാഷ് ചോദിക്കുമ്പോൾ, അത് സുഭാഷ് ഏട്ടാ, ഞാനൊരു പരസ്യം കണ്ടതാ, പോയി നോക്കി, നല്ല വീടാ, വീട് കിട്ടിയാൽ ഞാൻ മാറുമെന്ന് അന്ന് പറഞ്ഞിരുന്നില്ലേ. ഇന്ന് രാവിലെ പോയി ടോക്കൺ അഡ്വാൻസും കൊടുത്തു. ഓ, അപ്പോൾ വീട് നോക്കാൻ പോയിരുന്നതാണല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, ആ അതെ എന്ന് നിധിയും. ഇവിടെ അടുത്താണോ വീടെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, ആ ഇവിടുന്ന് കുറച്ച് മാറി വട്ടിയൂർക്കാവ് എന്ന സ്ഥലത്താ എന്ന് നിധിയും പറയുന്നുണ്ട്. എന്നാലും ഇത്ര പെട്ടെന്ന് എനിക്കെന്തോ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ, അത് ഇപ്പം തന്നെ ഒരുപാട് ദിവസമായില്ലേ, ഇനിയും മാറിയില്ലെങ്കിൽ ശരിയാവില്ല സുഭാഷ് ഏട്ടാ. വീടും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ പോയിക്കോട്ടെ സുഭാഷ് ഏട്ടാ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അല്ല, അവിടെ സേഫാണോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, അതെ എന്ന് നിധിയും പറയുന്നുണ്ട്. വീട് കാണാൻ പോകുമ്പോൾ എന്നെ കൂടി വിളിക്കായിരുന്നില്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, അല്ല സുഭാഷ് ഏട്ടാ, തെറ്റായിട്ട് എടുക്കരുത്, ഇങ്ങനൊരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നതെന്ന് അവരോട് പറഞ്ഞിട്ടില്ല എന്ന് നിധിയും പറയുന്നുണ്ട്. അതെന്താ ഈ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ വാടക വീട് തരില്ല എന്ന് കരുതിയോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അതല്ല, ഇത്ര അടുത്ത് വീടിരിക്കുന്നു എന്നറിഞ്ഞാൽ പിന്നെന്തിനാ വാടക വീട് നോക്കുന്നതെന്ന് ചോദിക്കും. പിന്നെ പലതും പറയേണ്ടി വരും, അതുകൊണ്ടാണ് സുഭാഷ് ഏട്ടാ എന്ന് നിധിയും പറയുന്നുണ്ട്. വിഷമത്തോടെ നിൽക്കുന്ന സുധീഷിനെ നോക്കിയിട്ട്, മോളെ ഉറപ്പായിട്ടും പോണോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, പോണം സുഭാഷ് ഏട്ടാ, ഇപ്പം തന്നെ കുറേ ദിവസമായില്ലേ, എതിരൊന്നും പറയരുത് പ്ലീസ് എന്നും പറഞ്ഞ് നിധി വീട്ടിലേക്ക് കയറി പോവാണ്. അവൾ അകത്തേക്ക് കയറിപ്പോയപ്പോഴേക്കും, ചേട്ടൻ കേട്ടില്ലേ, അവൾ ഇവിടുന്ന് പോവാണെന്ന് എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് കരഞ്ഞുകൊണ്ട് സുഭാഷിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അകത്തെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്ന നിധിയുടെ അടുത്തേക്ക് സുധീഷ് പോകുന്നുണ്ട്. ഇപ്പോൾ പോവുമെന്ന് പറഞ്ഞല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് പാക്കിങ്ങും തുടങ്ങിയോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, നാളെ പോവുമല്ലേ, അപ്പോൾ ഇന്ന് തന്നെ പാക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചേക്കാന്ന് കരുതി എന്ന് നിധിയും പറയുന്നുണ്ട്. അല്ല, ഡ്രസ്സ് മാത്രമല്ലേ ഉള്ളൂ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, ഡ്രസ്സായാലും എടുത്തു വെക്കണ്ടേ എന്ന് നിധിയും പറയുന്നുണ്ട്. അത് ശരിയാ, ഒന്നുപോലും ഇവിടെ ബാക്കി വെച്ചിട്ട് പോകണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും എല്ലാം ഇങ്ങനെ അടുക്കിപ്പെറുക്കി എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, ഇപ്പം എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. എടോ, എന്തിനാ ഇങ്ങനെ ധൃതി വെച്ച് ഇത്ര പെട്ടെന്ന് പോകുന്നത്, വീട് നോക്കാൻ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞേ ഇല്ലല്ലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, എന്തിനു പറയണം, ഇനി അതും പറഞ്ഞ് ഒരു നാടകം കൂടി കാണാനോ, എൻ്റെ ചേട്ടൻ അറിയുന്നൊരു സ്ഥലമുണ്ട്, മാമൻ അറിയുന്നൊരു സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിക്കാനോ എന്ന് നിധിയും പറയുന്നുണ്ട്. എടോ, ഞാൻ എന്തിനാടോ തന്നെ പറ്റിക്കുന്നത്, രാവിലെ പുറത്തു പോയി എന്നറിഞ്ഞു, വീട് നോക്കാൻ പോയതാണെങ്കിൽ ഒന്ന് പറഞ്ഞൂടെ എന്നേ ചോദിച്ചുള്ളൂ. ഈ നാട്ടിൽ താൻ പുതിയതല്ലേ, ഇവിടുത്തെ ആളുകളെ പറ്റിയൊന്നും തനിക്കറിയില്ലല്ലോ, എങ്ങനെയുള്ള വീടാണെന്നറിയാതെ വെറുതെ വാടകയ്ക്കെടുത്ത് താമസിച്ചിട്ട് നാളെ ഒരു പ്രശ്നം വന്നാൽ താൻ എന്ത് ചെയ്യും എന്ന് സുധീഷ് പറയുമ്പോൾ, ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി തന്ന പ്രശ്നത്തിനേക്കാൾ വലിയ പ്രശ്നമൊന്നും ഇനി എന്തായാലും വരാനില്ല എന്ന് നിധിയും പറയുന്നുണ്ട്. എടോ, എൻ്റെ കാര്യം വിട്, ഞാൻ തൻ്റെ കാര്യമാണ് പറയുന്നത്. ആ വീടിരിക്കുന്ന സ്ഥലം എങ്ങനെയുള്ളതാണെന്ന് താൻ അന്വേഷിച്ചോ, പരിസരത്ത് ആരൊക്കെയാ താമസിക്കുന്നത്, അവിടെ ഇതിനു മുമ്പ് ആരാ താമസിച്ചിട്ടുണ്ടായിരുന്നേ, അവരെന്തുകൊണ്ടാണ് അവിടെ ഒഴിഞ്ഞു പോയത് എന്നൊക്കെ അറിയാൻ ചോദിച്ച ഉടനെ അവർ വീട് തരാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിനും എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്ന് സുധീഷ് പറയും. വീടിനെ പറ്റി ഞാൻ അന്വേഷിച്ചു, നല്ല വീട് തന്നെയാണ്, അവിടെ ഒരു കുഴപ്പമില്ല എന്ന് നിധി മറുപടി പറയുന്നുണ്ട്. എടോ, ഞാൻ നുണ പറഞ്ഞു എന്ന കാരണം കൊണ്ടല്ലേ താൻ ഇത്ര ധൃതി വെച്ച് ഇവിടെ നിന്നും പോകാൻ ഒരുങ്ങുന്നത്, കുറച്ച് സാവധാനം ആലോചിച്ച് ചെയ്താൽ പോരെ ഇതൊക്കെ. സാവധാനം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യമേ ഇത് തീരുമാനിച്ചതല്ലേ, വീട് കിട്ടിയാൽ ഞാൻ പോവും എന്നും പറഞ്ഞിരുന്നതാ, ഇപ്പോൾ വീട് കിട്ടി പോകുന്നു, അത്രേ ഉള്ളൂ, അതിന് ഇയാളെന്താ ഇത്ര ടെൻഷൻ ആവുന്നേ എന്ന് നിധി ചോദിക്കുമ്പോൾ, എടോ അതല്ല, നാളെ തന്നെ പോകണമെന്ന് ഇയാൾക്ക് എന്താ ഇത്ര വാശി എന്ന് സുധീഷും പറയുന്നുണ്ട്.
ഇതെങ്ങനെയാ വാശിയാവുന്നേ, ഇതെൻ്റെ ആവശ്യമല്ലേ എന്ന് നിധി പറയുമ്പോൾ ആ അതെനിക്ക് മനസ്സിലായി, ഞാൻ നുണ പറഞ്ഞത് ഇയാൾക്ക് വിഷമമായി അല്ലേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഹലോ, അങ്ങനെയൊന്നുമില്ല, എനിക്കൊരു വിഷമവും ആയില്ല. അല്ലെങ്കിൽ തന്നെ എന്നെ വിഷമിപ്പിക്കാൻ ഇയാളായി. പരസ്യം കണ്ടപ്പോൾ അന്വേഷിച്ചു, എനിക്കിഷ്ടമായി, ഞാൻ പോകുന്നു, സിമ്പിൾ. അതൊരു ഇഷ്യൂ ആക്കുന്നത് എന്തിനാ എന്ന് നിധി ചോദിക്കുമ്പോൾ അല്ല എന്നാലും ഒന്ന് പറയായിരുന്നു എന്ന് സുധീഷും പറയുന്നുണ്ട്. ഇയാളോട് എന്തിനാ ഞാൻ പറയുന്നേ, ഇയാളുടെ ചേട്ടനോടുള്ള ബഹുമാനം കൊണ്ടാ പോകുന്നത് തന്നെ ഞാൻ പറഞ്ഞത്. ഇനി അതിനെപ്പറ്റി തന്നെ വീണ്ടും വീണ്ടും സംസാരിക്കരുത് പ്ലീസ്. ഇതും പറഞ്ഞ് നിധി വീണ്ടും തൻ്റെ ഡ്രസ്സൊക്കെ എടുത്തു വയ്ക്കുന്നുണ്ട്. സുധീഷ് വിഷമത്തോടെ റൂമിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. സുധീഷ് വിഷമത്തോടെ വീടിൻ്റെ ഹാളിൽ വന്ന് നിന്ന് നിധിയെ കണ്ടാന്ന് തൊട്ടുള്ള പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാണ്. നിധിയുടെ കഴുത്തിൽ താലി കെട്ടിയ കാര്യമൊക്കെ ഓർത്തുകൊണ്ട് സുധീഷ് മനസ്സിൽ പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ആരോ ഒരാളായിരിക്കും നിധി, പക്ഷേ എനിക്കങ്ങനെയല്ല. ഇനി എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണില്ല. നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നുണകളൊക്കെ പറഞ്ഞു കൂട്ടിയത്. അങ്ങനെയുള്ള നിന്നെ ഇനി വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല നിധി എന്നും പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ് സുധീഷ്. അങ്ങനെ സുധീഷ് വിഷമത്തോടെ വിളക്കിനടുത്ത് ചെന്ന് ദൈവങ്ങളെ നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. രാത്രി വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ് സുധീഷും സുഭാഷും. സുഭാഷ് ഏട്ടാ, നമുക്കൊരു കാർ വാങ്ങണം എന്ന് സുധീഷ് പറയുമ്പോൾ ആ ബാക്കിയെല്ലാം ആയല്ലോ എന്ന് സുഭാഷും പറയുന്നുണ്ട്. ബാക്കിയെല്ലാം ആയാലേ കാർ വാങ്ങാവൂ എന്നുണ്ടോ? സുഭാഷ് ഏട്ടനൊരു കാര്യം അറിയോ, ഗോവ കഴിഞ്ഞാലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറുകളുള്ളത് കേരളത്തിലെ വീടുകളിലാണ്. ഈ സ്റ്റേറ്റിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോഴേ നമ്മൾ തന്നെയാണ് അപ്പോൾ ഒന്നാം. അതെന്തുകൊണ്ടാ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ വരവിനേക്കാൾ ചിലവാക്കാൻ കാത്തു നിൽക്കുന്ന നിന്നെ പോലെയുള്ള കുറേ എണ്ണം ഉള്ളത് കൊണ്ട് എന്ന് സുഭാഷും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ഇങ്ങനെ പിന്തിരിപ്പനാവല്ലേ സുഭാഷ് ഏട്ടാ, ഇതേ നമ്മൾ മറ്റുള്ളവരെ പോലെയല്ല, നമ്മൾ റെസ്റ്റ് എടുക്കാൻ തയ്യാറുള്ളവരാ, പണമല്ല ആറ്റിറ്റ്യൂഡാണ് വേണ്ടത്. ഒരു കാര്യം നേടിയെടുക്കാൻ ഏതറ്റം വരെയും നമ്മൾ പോവും, അതാ നമ്മുടെ ശക്തി അല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ആ അത് നീ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടാലറിയാം എന്ന് സുഭാഷും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ഏതർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, നല്ല അർത്ഥത്തിലാണെങ്കിൽ കൊള്ളാം. ആദ്യം ചെറിയ ചെറിയ കാറുകൾ വാങ്ങി പിന്നെ നല്ല പോഷ് കാറിലെത്തണം എന്ന് സുധീഷ് പറയുന്നുണ്ട്. എടാ, നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെ കൂളായിട്ടിരിക്കാൻ പറ്റുന്നേ? നിധി നാളെ വീട്ടിൽ നിന്നും പോകുമെന്ന് പറയുന്നു, നിനക്ക് വിഷമമൊന്നുമില്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഞാൻ സങ്കടപ്പെട്ട അവൾ പോവാതിരിക്കോ എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്നാലും ആ കുട്ടി വീട് വിട്ട് പോവാണെന്ന് അറിയുമ്പോൾ നിനക്ക് വിഷമമൊന്നുമില്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അതിനിപ്പോൾ ഞാൻ എന്താ വേണ്ടേ, ആ മൂലയിൽ പോയിരുന്ന് കരയണോ? ഇനിയിപ്പോൾ ഞാൻ കരഞ്ഞാൽ തന്നെ അവൾ പോവാതിരിക്കോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അല്ല എന്നാലും ചെറിയ കാര്യത്തിനൊക്കെ ആകെ ടെൻഷൻ അടിച്ച് വിഷമിക്കുന്ന ആളല്ലേ നീ, പിന്നെ ഇത്ര വലിയ കാര്യം വരുമ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് എങ്ങനെയാ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് സുധീഷ്. അങ്ങനെ ഇരിക്കുന്ന സുധീഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിധിയുടെ വീടുമാറ്റവും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട്